ദേവി തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലെന്റ് ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ നോമ്പും അനുതാപത്തിലേക്കുള്ള വിളി കൂടിയാണ്. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പശ്ചാത്തപിച്ച് അനുദപിക്കാനുള്ള അവസരമാണ് ഓരോ നോമ്പുകാലവും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38-ാം വാക്യം, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്, നിന്റെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. ഈ വചനങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് ദേഷ്യപ്പെടാതെ ഇരിക്കുവാനും നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കുവാനും കഴിയുമോ? നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ പിണക്കമോ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ പറഞ്ഞു വിലക്കാറുണ്ട്. അവരെ കാണുമ്പോൾ സംസാരിക്കരുത്, ചിരിക്കരുത് എന്നൊക്കെ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മെ ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി യാചിക്കുവാനും നമ്മളോട് എന്തെങ്കിലും തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുവാനുമാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. മാറുന്ന ലോകത്തിൽ മാറ്റപ്പെടാത്തത് ദൈവത്തിന്റെ വചനം മാത്രമാണെന്ന തിരിച്ചറിവ് ഈ നോമ്പിന്റെ വഴികളിൽ നമ്മളെ നടത്തണം. ഞാനും നിങ്ങളും നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ നല്ല പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നോമ്പ് മുഖാന്തരമായി തീരുന്നു. അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിഞ്ഞ ദൈവം. വീണു പോകുമ്പോൾ മാറി നിൽക്കുന്ന മനുഷ്യരെ പോലെയല്ല നമ്മുടെ ദൈവം. നാം മറന്നാലും മാറ്റി നിർത്തിയാലും സദാസമയം നമ്മളെ ഓർക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മോട് എന്ത് ചെയ്തെന്ന് ഓർക്കേണ്ട. വചനം പറയുന്നത് പോലെ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. നമ്മെ നടത്താൻ കഴിവുള്ളവനാണ് ദൈവം. ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് ഈ നോമ്പിന്റെ വഴികളിൽ നടക്കാം. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ആമേൻ.